الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله أشهد أن محمد رسول الله മുലാരിയായ ഫീലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മുലാരിയായ ഫീല് തിരിച്ചറിയാനുള്ള ഒരു അടയാളം അതിൻ്റെ മേൽ ലം പ്രവേശിക്കും എന്നുള്ളതാണ്. അതുപോലെ നഅയ്തു, അത്തൈന തുടങ്ങി 4 അക്ഷരങ്ങളിൽ ഒരക്ഷരം കൊണ്ട് അത് ആരംഭിക്കപ്പെടും, തുടങ്ങും. അതായത് അത് സായിദയായ ഒരു അക്ഷരമായിരിക്കും, അസ്ലിയായതാവില്ല. സായിദയായ അലിഫ്, താ, യാ, നൂന് തുടങ്ങി 4 അക്ഷരങ്ങളിൽ ഒരക്ഷരം കൊണ്ട് നോക്കാം. ഇനി അടുത്തത് വഹുക്മുൽ മുലാരിഇ, മുലാരിഇന്റെ ഹുക്മ്. വഹുക്മുൽ മുലാരിഇ, മുലാരിഇന്റെ ഹുക്മ്. ബിഇതിബാരി അവ്വലിഹി, അതിൻ്റെ ആരംഭത്തെ, തുടക്കത്തെ പരിഗണിച്ചുകൊണ്ട്. തുടക്കം എങ്ങനെയായിരിക്കും? തുടക്കത്തിനെ പരിഗണിച്ചുകൊണ്ട് മുദാരിഇന്റെ ഹുക്മ് അന്നഹു താറത്തൻ, ചിലപ്പോൾ അത് യുളമ്മു അവ്വലുഹു, ആദ്യത്തതിന് ലമ്മ് ചെയ്യപ്പെടും. മുദാറത്തിന്റെ അക്ഷരമാണല്ലോ ആദ്യം ഉണ്ടാവുക. അത്തൈന എന്നുള്ള ലെറ്റേഴ്സിലും ഏതെങ്കിലും ഒന്നാണല്ലോ തുടക്കത്തിൽ ഉണ്ടാകുക. അത് ഒരു ചില സമയങ്ങളിൽ അത് ലമ്മ് ചെയ്യപ്പെടും. അതെപ്പോഴും ലമ്മായിരിക്കും തുടക്കം. അതെപ്പോഴാണ് വദാലിക്ക, അത് ലമ്മാവുന്നത് എപ്പോഴാ? ഇൻകാന മാലിഹി റുബായിയൻ, അതിൻ്റെ മാലി റുബായിയാണെങ്കിൽ 4 അക്ഷരമുള്ളതാണെങ്കിൽ, മാലി 4 അക്ഷരമുള്ളതാണോ അതിൻ്റെ മുലാരിയിൽ തുടക്കത്തിൽ ലമ്മ് ചെയ്യപ്പെടും. അത് മുലാരിയായ ഫീലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉദാഹരണം അഫ്അല. അഫ്അല മാലി 4 അക്ഷരമാണ്, അതിൻ്റെ മുലാരി യുഫ്ഇലു എന്നാണ്. ഫഅല മാലി 4 അക്ഷരമാണ്, യുഫഇലു എന്നാണ്. യുഫഇലു എന്നാണ്. ഫഅല 4 അക്ഷരമാണ്, യുഫാഇലു എന്നാണ്. ദഹ്റജ 4 അക്ഷരമാണ്, യുദഹ്രിജു എന്നാണ്. അപ്പൊ മാലി 4 അക്ഷരമാണോ, 4 അക്ഷരമുള്ളതാണോ? അതെങ്ങനെ റുബായിയാകൂന, ആ മാലി ആവല് കൊണ്ട് അല അർബഅത്തി അഹ്റുഫിൻ, 4 അക്ഷരം ഉള്ളതാവല് കൊണ്ട്. മാലി 4 അക്ഷരം. മാലി 4 അക്ഷരമാണോ എന്നാൽ അതിൻ്റെ മുലാരിഇന്റെ തുടക്കം ലമ്മ് ചെയ്യപ്പെടും. അതൊരു നിയമമാണ് മുലാരിഇന്റെ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ സവാഉൻ കാനത്ത് കുല്ലുഹ ഉസൂലൻ, സവാഉൻ കാനത്ത് ആ 4 അക്ഷരം ആവട്ടെ, കുല്ലുഹ മുഴുവനും, ഉസൂലൻ അസ്ലിയായതാവട്ടെ, സായിദൊന്നുമില്ല, അതിൽ സായിദൊന്നുമില്ല, അങ്ങനെ അസ്ലിയായതാവട്ടെ. ഏതുപോലെ? ക യുദഹരിജു പോലെ. അതിലൊക്കെ ദഹറജ 4 അക്ഷരമാണല്ലോ, മാലി 4 അക്ഷരമാണ്. റുബായി മുജറദാണത്, അതിലൊന്നും അധികമുള്ളതല്ല. എന്നാൽ അഫ്അല എന്നുള്ളതോ, അഫ്അല, ഫഅല, ഫഅല ആ 4 അക്ഷരങ്ങൾ അധികം വന്നതാണ് ഒരക്ഷരം. അഫ്അലയിൽ ആ അധികം വന്നു, ഫഅലയിൽ ഐൻഫീൽ ഇരട്ടിപ്പിച്ചു, ഫഅലയിൽ ഫായിന് ശേഷം ഒരു അലിഫ് വന്നു. ക്ലിയർ അല്ലേ? മാദി 4 അക്ഷരമാണോ അതിൻ്റെ മുലാരി തുടക്കത്തിൽ ലമ്മായിരിക്കും. ആ 4 അക്ഷരം അസ്ലിയായ 4 അക്ഷരമാവട്ടെ, അതിന് ഉദാഹരണമാണ് കയുദഹരിജു. ലിഅന്ന മാലിയഹു, കാരണം അതിൻ്റെ മാലി ദഹ്റജ എന്നുള്ളതാണ്. ദഹ്റജ അസ്ലിയായ 4 അക്ഷരമാണ്. അസ്ലിയായ 4 അക്ഷരത്തിലുള്ള മുലാരി ആവട്ടെ, ഔ കാന ബഅ്ലുഹ സായിദൻ, അല്ലെങ്കിൽ ആ അക്ഷരങ്ങളിൽ ചിലത് സായിദയാവട്ടെ, അക്ഷരങ്ങളിൽ ചിലത് സായിദയാവട്ടെ.
സായിദയാവുക എന്ന് പറഞ്ഞാൽ സുലാസി മസീദ് ഫിഹി അല്ലേ സായിദയാവുള്ളൂ. ഇപ്പോൾ കറമ, കറുമ അത് 3 അക്ഷരാണ്. അതിൻ്റെ മസീദ് ഫിഹിയുടെ രൂപമാണ് അക്രമ, അത് 4 അക്ഷരം. അവിടെ ആ എന്നുള്ളത് സായിദയായി വന്നതാണ്. 3ആയ അസ്ലിയായ ലെറ്ററിനോട് കൂടെ ആ എന്നുള്ളത് അധികം വന്നതാണ്. അപ്പോൾ അക്രമ അതിൻ്റെ മുലാരി യുക്രിമു. ഫഅല യുഫഇലു, ഖാതല യുഖാതിലു. ഓക്കെ, ക്ലിയർ അല്ലേ? റുബായി ആയത് 2 രൂപത്തിൽ വരും. റുബായി ആയത് 4 അക്ഷരം, അസ്ലിയായ 4 അക്ഷരമുള്ളതും വരും, പിന്നെ ചിലത് സായിദയായ 4 അക്ഷരമുള്ളതും വരും. ഇപ്പൊ ദഹ്റജ എന്നുള്ളതിൽ ദാലും ഹാഉം റാഉം ജീമും അസ്ലിയാണ്. ചെക്കായോ? ക്ലിയർ ആയോ? റേഞ്ച് ഒന്ന് പോയി. ഓക്കെ ആണോ? ആ, അപ്പൊ ഇവിടെ ദഹ്റജ ഉദാഹരണം പറയാം. ദഹ്റജ, ആ ദഹ്റജയിൽ 4 അസ്ലിയ ലെറ്ററാണ്. ഒന്നുപോലും അതിൽ സായിദല്ല, ഒന്നുപോലും അതിലെന്തില്ല, സായിദല്ല. എന്നാൽ അക്രമ എന്നുള്ളതിൽ 3 എണ്ണമാണ് അസ്ലി, 1 സായിദയാണ്. ടോട്ടൽ 4 അക്ഷരം ഉണ്ട്. അപ്പൊ 4 അക്ഷരം നമ്മൾ നോക്കുന്നത് സായിദുണ്ടോ സായിദല്ലേ, എല്ലാം അസ്ലിയാണോ അസ്ലിയല്ലേ എന്നുള്ളതല്ല. 4 അക്ഷരമാണോ, അതിന്റെ മാദി 4 അക്ഷരമാണോ, അതിന്റെ മുലാരി എന്തായിരിക്കും, തുടക്കത്തിൽ ലമ്മായിരിക്കും. അതാണ് നിയമം. ആ നിയമമാണ് പറഞ്ഞത്. മാദി 4 അക്ഷരം ഉള്ളതാണോ, അതിന്റെ മുലാരി തുടക്കത്തിൽ ലമ്മായിരിക്കും. അപ്പോൾ അവിടെ നോക്ക്, ചിലത് സായിദൊക്കെ യുഫർരിജു വ യുഖാത്തിലു വ യുക്രിമു. യുഫർരിജു എന്നുള്ളത് യുഖാത്തിലു, അപ്പോൾ ഉണ്ടോ യുഫർരിജു എന്നുള്ളതിൽ ഫറജ എന്നാണ് അതിൻ്റെ മാലി. 4 അക്ഷരം ഉണ്ട്, പക്ഷെ അതിൽ റാ ഒന്ന് അധികം വന്നതാണ്. റാ ഒന്ന് അധികം വന്നത്. ക്ലിയർ അല്ലേ? കാത്തലയിലും 4 അക്ഷരം ഉണ്ട്. യുക്കാത്തുല അതിന്റെ മാലിയാണ്, മുലാരിയാണ്. അതിന്റെ മാലി കാത്തല എന്നാണ്. അപ്പൊ കാത്തല എന്നാകുമ്പോൾ കാഫിന് ശേഷം ഒരു അലിഫ് അവിടെ വന്നു. ക്ലിയർ അല്ലേ? റുബായിൽ പെടൂല, 4 അക്ഷരമുള്ളതിൽ പെടും. 4 അക്ഷരം എന്നുള്ളതിൽ പെടും. റുബായി മുജറദ് പറഞ്ഞാൽ അസ്ലിയായ 4 അക്ഷരം ഉള്ളതേ പെടുള്ളൂ. ഇത് 4 അക്ഷരം ഉണ്ടായി എന്നുള്ളത് കാരണം കൊണ്ട്, അസ്ലി ആയതുകൊണ്ട് മാത്രമല്ല. മാലിയിൽ 4 അക്ഷരം ഉണ്ടായി. ഈ റുബായിക്ക് ഇവിടെ കണ്ടോ, ഇൻകാന മാലിഹി റുബായി എന്ന് പറഞ്ഞാൽ റുബായി മുജറദ് റുബായി മസീദ് ഫീഹി എന്നുള്ള അർത്ഥത്തിനുള്ളതല്ല, 4 അക്ഷരം ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിനുള്ളൂ. മനസ്സിലായേ? അത് 4 അക്ഷരം ഉണ്ടായി എന്നുള്ളൂ. അതെന്തല്ല, മറ്റേ നമ്മള് ഫീല് 2 വിധം ഉണ്ട്, സുലാസി റുബായി എന്ന് പറഞ്ഞില്ലേ, ആ റുബായി അല്ലത്. ഇത് 4 അക്ഷരം, എണ്ണത്തിൽ 4 അക്ഷരം ഉണ്ട് എന്ന്. അക്ഷരങ്ങളുടെ എണ്ണം 4 എണ്ണം ഉണ്ട്. അത് അസ്ലിയായ 4 അക്ഷരമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സായിദയായി വരുന്നിട്ടുള്ള ഉണ്ടാകുന്ന 4 അക്ഷരമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ക്ലിയർ അല്ലേ? അതൊക്കെ അല്ലേ? ഇപ്പൊ ഇത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞ്. മാലി 4 അക്ഷരമാണോ,
അതിൻ്റെ മുലാരിയിൽ തുടക്കത്തിൽ ലമ്മായിരിക്കും. അത് നിയമമാണ്. പിന്നെ ഒന്ന് താറത്തൻ യുഫ്തഹു അവലു, ചിലപ്പോ തുടക്കത്തിന് ഫത്ഹ് ചെയ്യപ്പെടും. തുടക്കത്തിന് ഫത്ഹ് ചെയ്യപ്പെടും. വദാലിക ഫീ ഗൈരിഹി, അതല്ലാത്തതിലാണ്. ആ ഫത്ഹ് ചെയ്യലേ അതല്ലാത്തെന്ന് പറഞ്ഞാല് മാലി 4 അക്ഷരം അല്ലാത്തത്, മാലി 3 അക്ഷരം ഉള്ളത്, മാലി 5 അക്ഷരം ഉള്ളത്, മാലി 6 അക്ഷരം ഉള്ളത്, അതിലൊക്കെ എന്താ വരിക? തുടക്കത്തിൽ ഫത്ഹ വരിക. മാലി 4 അക്ഷരമാണോ തുടക്കത്തിൽ ലമ്മായിരിക്കും. അതല്ലാത്തതിൽ തുടക്കത്തിൽ ഫത്ഹായിരിക്കും. ഐ വൈരിൽ മുലാരി, മുലാരി അല്ലാത്തതിൽ. എങ്ങനെയുള്ള മുലാരി അല്ലാത്തതിൽ? അല്ലത് ഈ മാലിഹി റുബായിയുൻ, അതിൻ്റെ മാലി 4 അക്ഷരമാണ്. അപ്പോൾ മാലി 4 അക്ഷരമുള്ള മുലാരി അല്ലാത്തതിലൊക്കെ ഫത്ഹ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതെങ്ങനെ? മാലി 4 അക്ഷരമുള്ളത് അല്ലാതിരിക്കുന്ന മുലാരി ഏതൊക്കെ വരിക? ബിയകൂന സുലാസിയൻ, മാലി 3 അക്ഷരാവുക. മാലി 3 അക്ഷരമാവല് കൊണ്ട് ഏതുപോലെ യൽരിബു, യൽരിബു പോലെ. യൽരിബുവിൻ്റെ മാലി ലറബ എന്നാണ്. അപ്പോൾ ലറബ എന്ന് മാലി ആയപ്പോൾ 3 അക്ഷരമായതുകൊണ്ട് അതിൻ്റെ മുലാരിൻ്റെ തുടക്കത്തിൽ യാ എന്നാണ് പറയാം. ക്ലിയർ ആയോ? വയദ്ഹബു, വയദ്ഖുലു ഔ അക്സറ മിൻ അർബഅത്തി അഹ്റുഫിൻ, അല്ലെങ്കിൽ 4 അക്ഷരത്തേക്കാൾ കൂടുതലാവാം. അപ്പോഴൊക്കെ എന്താ വരിക? ഫത്ഹ വരിക. ഏതുപോലെ യൻതലിഖു വയസ്തഖ്രിജു പറഞ്ഞ പോലെ. യൻതലിഖു വയസ്തഖ്രിജു എന്ന് പറഞ്ഞ പോലെ അവിടെയൊക്കെ യാ എന്നാണ്. യുൻതലിഖു എന്ന് പറയാൻ പാടില്ല, യുസ്തഖ്രിജു എന്ന് പറയാൻ പാടില്ല. മഅറൂഫിലായിട്ട് പറഞ്ഞ നമ്മള്, മജ്ഹൂലല്ല. മഅറൂഫ് ആവുമ്പോൾ ഫത്ഹ ആയിരിക്കും, മജ്ഹൂല് പിന്നെ എല്ലാം ലമ്മായിരിക്കും. അതെല്ലാത്തിൻ്റെയും 3 ആവട്ടെ 4 ആവട്ടെ 5 ആവട്ടെ 6 ആവട്ടെ ഏത് അക്ഷരമാണെങ്കിലും അതിൻ്റെ മജ്ഹൂലാവുമ്പോൾ ആദ്യത്തിന് ലമ്മായിരിക്കും. അത് വേറെ നിയമം. ഇപ്പം നമ്മൾ പറയണത് മഅറൂഫ് ആവുമ്പോൾ മാലിയിൽ 4 അക്ഷരമാണോ എന്നാൽ അതിൻ്റെ മുലാരിൻ്റെ തുടക്കത്തിൽ ലമ്മായിരിക്കും. 4 അക്ഷരമല്ലേ, അത് 3 ആവാം 5 ആവാം 6 ആവാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഫത്ഹായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ തുടക്ക പറഞ്ഞു. ഇനി അവസാനം പരിഗണിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും? അവസാനം മുലാരിന്റെ അവസാനം പരിഗണിച്ചുകൊണ്ട് എന്തായിരിക്കും? അതനി പറഞ്ഞു. വഹുക്മുഹു, മുലാരിന്റെ ഹുക്മ് ബിഇതിബാരി ആഖിരിഹി, അതിന്റെ അവസാനത്തിനെ പരിഗണിച്ചുകൊണ്ട്. എടാ എൻ്റെ ബാഗിൽ ഇത് കൊള്ളു നോക്കാം, അങ്ങനത്തെ ബാഗ് വാങ്ങിയാൽ കൊള്ളു നോക്കാം. അങ്ങനത്തെ ഒരു ബാഗില്ല, എൻ്റെ ഒരു ബാഗില്ല, കോളേജ് അടുത്ത് ഇതിൽ കൊള്ളു നോക്കുക. അവസാനത്തതിനെ പരിഗണിച്ചുകൊണ്ട് അന്നഹു താറത്തൻ, മുലാരി ചിലപ്പോൾ യുസക്കനു ആഖിറുഹു, അതിൻ്റെ അവസാനത്തതിന് സുക്കൂന് ചെയ്യപ്പെടും. അവസാനം എന്തായിരിക്കും? സുക്കൂന് ചെയ്യപ്പെടും. അലൽ ബിനായി, ബിനാ പ്രകാരം, മബിനി പ്രകാരം. സുക്കൂന്റെ മേൽ മബിനി എന്ന് പറയാം മുലാരിന്. ആ സമയത്ത് മുലാരി സുക്കൂനിന്റെ മേൽ മബിനി എന്നാണ് പറയുന്നത്. അതെപ്പോഴാ സുക്കൂന്റെ മേൽ മബിനിയാകുക? അത് ഇദത്തസല ചേർന്നു വന്നാലാണ്. നിസ്വത്തിന്റെ നൂനിനോട് ചേർന്ന് വന്നാലാണ്. ഉള്ളൂല്ലേ? ജമ്മു മുഅന്നസിന്റെ നൂനോടാ. ജംഉ മുഅന്നസിന്റെ നൂൻ, അതാ നിസ്വത്തിന്റെ നൂന്, പെണ്ണുങ്ങളെ നൂന്, കുറേ പെണ്ണുങ്ങളെ നൂന്. അപ്പൊ ജമ്മു മുഅന്നസിന്റെ നൂനുണ്ടല്ലോ, യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, യഫ്അൽന അത് ജമ്മു മുഅന്നസാണ്, അത് ഗായിബാണ്. പിന്നെ പോയിട്ട് തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന, ആ തഫ്അൽനയും അതിൻ്റെ അവസാനം എന്താ ഉള്ളത്? സുക്കൂനാണ്. നൂനിനോട് ചേർന്ന് വരുമ്പോഴേ, ജമ്മു മുഅന്നസിന്റെ നൂനിനോട് ചേർന്ന് വരുന്ന സമയത്ത് എന്താണത്? സുക്കൂൻ ആണ്. സുക്കൂന്റെ മേൽ മബിനി എന്ന് പറയാം. മുലാരിയാണ് മുറബ്, ഫീലുകളുടെ കൂട്ടത്തിൽ മുറബ് മുലാരിയാണ്. പക്ഷെ ഈ ജമ്മു മുഅന്നസിന്റെ നൂനിനോട് ചേർന്ന് വരുമ്പോൾ
വഹുക്കുമുഹു ബിഇഅ്തിബാരി ആഖിരിഹി. പോയി എടാ മോനെ പോയിട്ട് വാർത്ത കേട്ടോളി നോക്കി നോക്കി. അവസാനത്തെ പരിഗണിച്ചുകൊണ്ട് അന്നഹു താറത്തൻ മുലാരിയായ ഫീൽ താറത്തൻ ചിലപ്പോൾ യുസക്കനു ആഖിറുഹു അതിൻ്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യപ്പെടും അലൽ ബിനായി ബിനാ പ്രകാരം മബിനി പ്രകാരം മബിനിയാണ് എന്നത് പ്രകാരം. വദാലിക അത് ഇദത്തസല മുലാരിയായ ഫീൽ ചേർന്ന് വന്നാലാണ് മഅ നൂനിൻ നിസ്വത്തി നിസ്വത്തിൻ്റെ നൂനിനോട് ചേർന്ന് വന്നാലാണ് ജമ്മു അന്നസിൻ്റെ നൂനിനോട് ചേർന്ന് വന്നാലാണ്. നഹ്വു ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വാക്ക് പോലെ വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ആ നൂനിനോട് ചേർന്നപ്പോൾ അവസാനത്തെ സ്വാദിനം എന്താ ഹർക്കത്ത് നോക്ക് സുക്കൂനല്ലേ. വൽ വാലിദാത്തു യുർലിഅന ഉണ്ടോ നൂനിനോട് ചേർന്ന് വന്നപ്പോൾ അവസാനത്തെ ഐനിനിക്ക് എന്താണ് സുക്കൂനാണ് യുർലിഅന. വമിൻഹു ഖൗലുഹു തആല അതിൽപ്പെട്ടതാണ് സുക്കൂൻ്റെ മേൽ മബിനിയാണ് അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വാക്ക് ഇല്ലാ അൻ യഅഫൂന ഇല്ലാ അൻ യഅഫൂന. അവിടെയും ജമ്മു മുഅന്നസിന് നൂനോട് ചേർന്ന് വന്നപ്പോൾ എന്ത് കൊടുത്തു സുക്കൂനാണുള്ളത് കണ്ടോ. അതിൻ്റെ ഫ ഇന്ന വസ്നഹു യഫ്ഉൽന അതിൻ്റെ വസ്ന എന്താണ് യഫ്ഉൽന എന്നാണ്. യഫ്ഉൽന എന്നാകുമ്പോൾ വാവായതുകൊണ്ടാണ് സുക്കൂൻ അവിടെ വെളിവാകാത്തത്. ശരിക്കും വാവിന് സുക്കൂൻ തന്നെയാണ് അവിടെ നീട്ടാനുള്ളതല്ലേ. യഅഫൂന യഫ്ഉൽന ലാമ് വാവാണ് അവിടെ. ബാക്കി ഓതിയോ ബാക്കി ഓതിട്ട് അവിടെ യഫ്ഉൽന അവിടെ ലാമുണ്ട്. ലാമ് വാവാണ് അവിടെ ലാമ്. ബി ഖിലാഫിഹി ലാം അവിടെ വാവാണ്. വാവ് ലാം ഫീലായി വരാലോ. അപ്പം നമ്മൾ സ്വഹീഹായ ലെറ്റർ അല്ലാതെ മുഴുത്തല്ലായ ഇങ്ങനത്തെ അലിഫും വാവും യാവൊക്കെ എന്ത് ചെയ്യാൻ വരാം മുലാരിയായ ഫീല് ലാം ഫീലും ഫാവ് ഫീലും ഐൻ ഫീലൊക്കെ ആയിട്ട് വരാം. ഇവിടെ എന്താണ് വാവാണ് ലാം ഫീല്. അപ്പം യഅഫൂന എന്നുള്ളതും സുക്കൂന പിന്നെ തന്നെയാണ്. വാവിൻ്റെ സുക്കൂനാണ്. അത് ലമ്മായതുകൊണ്ട് നീട്ടിന്നുള്ളൂ. യഅഫൂന ക്ലിയർ ആയോ? സുക്കൂൻ തന്നെ. സുക്കൂൻ ആയതുകൊണ്ട് തന്നെ വരിക. അപ്പൊ അവിടെ എന്ത് ചെയ്തു യഫ്ഉൽന എന്നാണ്. അത് ജമ്മു മുഅന്നസിന്റെ നൂനോട് ചേർന്ന് വന്നപ്പോൾ സുക്കൂനിന്റെ മേൽ മബ്നിയായി. ഇന്ന വസ്നഹു യഫ്ഉൽന അതിന്റെ വസ്ന യഫ്ഉൽന എന്നാണ്. അപ്പോഴാ സുക്കൂനെ മബ്നിയാകുള്ളൂ. ഇനി ഒന്ന് വേറൊന്ന് ഇതേ രൂപത്തിൽ തന്നെ വേറൊരു രൂപം വരും. യഅഫൂന എന്നുള്ളത് ജമ്മു മുദക്കറിനും വരും. അപ്പൊ അവിടെ ലാം ഫീൽ കളഞ്ഞിക്കാണ്. അവിടെ ലാം ഫീൽ എന്ത് ചെയ്തു കളഞ്ഞു പോവുക. യഅഫൂന എന്ന് പറഞ്ഞാൽ അപ്പോൾ യഫ്ഊന എന്നാണ് അവിടെ ഉണ്ടാകുക. യഫ്ഊന അപ്പോൾ ലാം ഫീൽ ഇല്ല. ലാം ഫീൽ കളഞ്ഞു. അത് ഈ ലാം ഫീൽ ഇപ്പോൾ ഉദാഹരണം പറയാം. അവസാനത്തെ ലാം ഫീൽ മുഴുത്തല്ലായ ഫീലുകൾക്ക് ശ്രദ്ധിക്കണേ. ലാം ഫീല് മുഴുത്തല്ലായ ഫീലുകൾ ഉണ്ടല്ലോ ഇങ്ങനെ വാവും യാവൊക്കെ മൂന്നാമത് വരുന്ന റമാ യർമീ അതുപോലെ എന്താ ഖശിയ യഖ്ഷാ യഖ്ഷാ റളിയ യർലാ അങ്ങനെയൊക്കെയുള്ള ഫീലുകൾ ഉണ്ടല്ലോ. അത് ജമ്മു മുഅന്നസിൻ്റെ സ്ഥാനത്ത് ആ ലാം ഫീലിനെ കളഞ്ഞു പോകും. ലാം ഫീൽ എന്ത് ചെയ്യും കളയും. അപ്പൊ ജമ്മു മുഅന്നസ് മുഅറബാണ്. ജമ്മു മുദക്കറിന്റെ സ്ഥാനത്ത് ലാം ഫീൽ കളയും. യർമീ യർമിയാനി യർമൂന എന്നാ പറയാ. എന്താ പറയാ യർമീ യർമിയാനി യർമൂന. യർമിയൂന എന്ന് പറയില്ല. യർമിയൂന എന്ന് പറയില്ല. കാരണം യാ അവിടെ കളഞ്ഞു പോകും. അത് നിയമമാണ്. ഇങ്ങനെ ലാം ഫീൽ മുഴുത്തല്ലായി വരുന്ന ഫീലിന്റെ നിയമമാണ്. അതെന്ത്
ജമ്മു മുദക്കറിന്റെ സ്ഥാനത്ത് എന്തിനെ കളയും? ലാം ഫീലിനെ കളയുന്നുള്ളത്. ആ അപ്പൊ ജമ്മു മുദക്കർ മുഅറബാണ്. എഫ് അലു എഫ് അലാനി എഫ് അലൂന, എഫ് അലൂന മുഅറബാണല്ലോ അല്ലെ? എഫ് അലൂന എന്ന് പറയുമ്പോൾ മുഅറബാണ്. എങ്ങനെ എഫ് അലൂന മുഅറബായത്? എഫ് അലൂന എന്നുള്ളത് ലമ്മ് വരുന്ന സമയത്ത് ലം യഫ് അൽ, ലം യഫ് അലാ, ലം യഫ് അലൂ എന്നാ പറയാ. ആ നൂനെ കളയും. ലമ്മ് വരുന്ന സമയത്ത് ലം യഫ് അൽ, ലം യഫ് അലാ, ലം യഫ് അലൂ, അവിടെ നൂനെ കളയാം. അപ്പോൾ അത് മുഅറബാണ്. മുഅറബായതുകൊണ്ടാണ് ജസ്മ് ചെയ്യുന്ന സമയത്ത് നൂനെ കളഞ്ഞ്, നസ്ബ് ചെയ്യുന്ന സമയത്ത് നൂനെ കളഞ്ഞ്, റഫ്ഇന്റെ അവസരത്തിൽ നൂന് സ്ഥിരപ്പെടുത്തും. അത് മുദാരിഅ ഫീലിന്റെ ഇറാബ് അങ്ങനെ. അപ്പോൾ ഈ യഅഫൂന എന്നുള്ളതും ഇതിൽപ്പെട്ടതാണ്. ബിഖിലാഫിഹി യഅഫൂന എന്നതിനെതിരായിട്ട് ഫീ കൗലിക, അതിന്റെ വാക്കിലുള്ള യഅഫൂന എന്നതിനെതിരായിട്ട് അർരിജാലു യഅഫൂന, അർരിജാലു യഅഫൂന എന്നുള്ളതിലുള്ള യഅഫൂനക്ക് എതിരായിട്ട് അത് മബ്നിയല്ല. അർരിജാലു യഅഫൂന എന്നുള്ളത് മബ്നിയല്ല. ഫൈന വസ്നഹു യഫ്ഊന, അതിന്റെ വസ്ന എന്താ? യഫ്ഊന എന്നാണ്. അതിന്റെ വസ്ന യഫ്ഊന എന്നാണ്. അത് ലാം ഫീൽ കളഞ്ഞു. ബിഹദ്ഫിൽ വാവില്ലത്തി ഹിയ ലാമുൽ ഫീലി, ബിഹദ്ഫിൽ വാവി, വാവിനെ കളയലുകൊണ്ട്. ഇങ്ങനെയുള്ള വാവ് അല്ലത്തി ഹിയ ലാമുൽ ഫീലി, ലാം ഫീലായ, അപ്പം ലാം ഫീലായ വാവിനെ കളഞ്ഞുകൊണ്ട് യഫ്ഊന എന്നാണ് അവിടെ വരിക. ഫഹുവ മുഅറബുൻ, അത് മുഅറബാണ്, ഇത് മബ്നിയാണ്. ജമ്മു മുഅന്നസിനോട് ചേർന്ന് വരുന്ന സമയത്ത് സുക്കൂന്റെ മേൽ മബ്നിയാണ്. ജമ്മു മുദക്കറായിട്ട് വരുമ്പോഴും മറ്റ് ഘട്ടങ്ങളിലൊക്കെ അതെന്താണ്? മുഅറബാണ്. ആ അല്ല, യഅഫൂന എന്നുള്ളതിൽ അതിന്റെ അസ്ല് ഫാവ് ഫീല് ഐനാണ്. യഅഫൂന എന്ന് പറയുമ്പോൾ ഫാ ഐൻ ഫീലാണ്. ലാമിലൊരു ഇത് കളഞ്ഞു പോയിക്കുകയാണ് എന്ന് പറയാം. ലാം ഫീൽ കളഞ്ഞു, അതുകൊണ്ട് യഫ്ഊന എന്ന് പറഞ്ഞു. ശരിക്കും യഫ്ഉൽന എന്ന് ലാമും കൂടി ചേർത്ത് പറയണം. പക്ഷെ അവിടെ ലാം ഫീൽ കളയും. ഇങ്ങനെ ഈ സന്ദർഭങ്ങളിൽ ലാം ഫീൽ മുഅത്തല്ലായി വരുമ്പോൾ അതിന് ജമ്മു മുദക്കറിൽ ആ നൂനിനെ ആ ലാമിൻ ഫീലിനെ എന്ത് ചെയ്യും? കളയും എന്നുള്ളത് നിയമമാണ്. അപ്പോൾ അവിടെ യഅഫി യഅഫി യഅഫിയാനി യഅഫൂന, യഅഫിയൂന എന്ന് പറയില്ല. ആ യായിനെ കളയും. ലാം ഫീലാണ്, യായിനെ കളയും. യഅഫൂന, അപ്പോൾ അവിടെ ലാമിനെ കളഞ്ഞത് മുഅറബുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കണ്ട ഇപ്പോൾ യഅഫൂനാന്ന് കാണുന്ന സമയത്ത് അത് മുഅറബും മബ്നി എന്ന് പറയാൻ പറ്റില്ല. അത് സ്ത്രീകൾക്ക് വേണ്ടി വന്നതാണോ അപ്പം മബ്നിയാണ് സുക്കൂന്റെ മേല്. അതല്ല പുരുഷന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണോ അപ്പോൾ അത് മുഅറബാണ്. അപ്പോൾ വസ്ന് മാറ്റുണ്ട്. ജമ്മു മുഅന്നസിന്റെ വസ്നിൽ വരുമ്പോഴേ ഏത് ലാം ഫീൽ കളയും. പക്ഷെ ഇവിടെ കളയില്ല. ജമ്മു മുഅന്നസിന്റെ അവിടെ കളയില്ല. അവിടെ യഫ്ഉൽന എന്നുള്ള ലാം ഫീൽ അവിടെ ചേർത്ത പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് നോക്കി. അപ്പൊ തുടക്കത്തെ പരിഗണിച്ചുകൊണ്ട് ലമ്മ് ചെയ്യും മാലി 4 അക്ഷരമാണെങ്കിൽ. മാലി 3, 5, 6 അക്ഷരങ്ങളാണെങ്കിൽ അവിടെ മുദാരിക്ക് ഫത്ഹ് തന്നെ ചെയ്യും. ഫത്ഹ് ചെയ്യും. ഇനി അവസാനത്തെ പരിഗണിച്ചുകൊണ്ട് അവസാനത്തേന് സുക്കൂൻ ചെയ്യപ്പെടും ജമ്മു മുഅന്നസിന് നൂനോട് ചേർന്ന് വരുമ്പോൾ. അപ്പോഴാണ് ജമ്മു മുഅന്നസിന് നൂനോട് ചേർന്ന് വരുമ്പോൾ സുക്കൂൻ ചെയ്യപ്പെടും. അത് മബ്നിയാണ്. അത് മബ്നിയാണ്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അവിടെ നിയമം. ക്ലിയർ അല്ലേ? വിശാലമായ ഹെഡിങ് ആണ് ഇത്. ഇപ്പൊ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി.